കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, വേണ്ടി ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവവചനം ചിന്തിപ്പാൻ ദൈവവിളിക്ക് ഭാഗ്യത്തോർത്ത് സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവവരങ്ങൾ തരുന്നു. എല്ലാവരും പിതാവിനെയും പുത്രനെയും പരിശുദ്ധന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. വചനത്തിന്റെ ശക്തി എല്ലാവരുടെ മേൽ വരങ്ങട്ടപ്പം വലിയൊരു വിടുതലും അനുഗ്രഹവും അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കും. യേശു സംസാരിക്കും, ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ എന്റെ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കും. മർക്കോസ് സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിൽ യേശുവിന്റെ അടുക്കൽ ഒരു ധനവാനായ ഒരാൾ വരുന്ന കാര്യമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ വായിച്ചു കേട്ട ആഴമേറിയ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാൻ കടന്നു വന്ന് കർത്താവിനോട് മുട്ടുകുത്തി കർത്താവിനോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് എന്തൊക്കെ അനുസരിക്കുമെന്ന് പറയുന്നു, അത് ചെറുപ്പം മുതൽ അനുസരിക്കുന്നുവെന്ന് പറയുന്ന കേട്ടപ്പോൾ യേശു കർത്താവ് അയാളെ നോക്കി സ്നേഹിച്ചു. യേശു കർത്താവ് സ്നേഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് കർത്താവ് യേശു പറഞ്ഞു. ഇവൻ ഓടി വന്നതാണ്. പക്ഷെ യേശുവിന്റെ ഈ വരി അവൻ ഇഷ്ടപ്പെടില്ല. അവന് വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതരായി പോയി കളഞ്ഞു. നമ്മളും അനേകരും അങ്ങനെയാണ്. യേശുവിന്റെ യഥാർത്ഥ വചനം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇത് സത്യമാണ്, ഈ വചനമാണ് യാഥാർത്ഥ്യം, ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളോട് ചിലത്, മക്കളെ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഉണർത്തിക്കുമ്പോൾ, ഇത് നീ ചെയ്യരുത് എന്ന് ഉണർത്തിക്കുമ്പോൾ, നമ്മൾ പതുക്കെ ആരാധന വിട്ട് മിണ്ടാതെ ഇറങ്ങി പോകാറാണ് പതിവ്. കാരണം അത് നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. ഇവിടെ ഈ കർത്താവ് യേശുവിൻ്റെ അടുക്കൽ വന്ന വ്യക്തിയോട് കർത്താവ് സംസാരിക്കുമ്പോൾ, സ്വത്രം വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. അയാൾ വിഷാദിച്ച് ദുഃഖിതനായി പോയി എന്ന് പറഞ്ഞ് വചനം മാറിയില്ല. വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഏതൊരു വ്യത്യാസമില്ല. ഒരാള് ഈ വചനം കേട്ടപ്പോൾ വിഷാദിച്ചു, ദുഃഖിച്ചു, അത് ചെയ്യാൻ പറ്റാതെ മാറിപ്പോയി എന്ന് പറഞ്ഞ ആ വചനം മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും ആ വചനത്തിന് ഏതൊരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരികയില്ല. കാരണം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാത്ത കാരണം ഇത് ജീവനുള്ളതാണ്, ഇത് സത്യമത്രേ, ഇത് യാഥാർത്ഥ്യമത്രേ, ഇത് യാഥാർത്ഥ്യമുള്ള വചനമത്രേ. അതിന് ഒരു വ്യത്യാസമില്ല. അത് സ്വത്രം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ നോക്കി മാറുന്നതല്ല, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മാറുന്നതല്ല. സ്വത്രം ആര് മാറിയാലും മാറാത്ത വചനം. ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ട് മാറിപ്പോയെങ്കിലും
വചനത്തിന് അവിടെ ഒരു മാറ്റമില്ല. ആ വചനം അതുപോലെ തന്നെ നിറവേറി, അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പൈതലെ, നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ബൈബിളിൽ നിന്ന് മാറത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇത് അനുസരിക്കാൻ പറ്റുവാൻ ദൈവം ചിലർക്ക് കൃപ കൊടുത്തിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കീഴ്പ്പെടും, അതനുസരിക്കും, വചനപ്രകാരം മുട്ടുമടക്കും. ഇന്ന് അനേകർ ദൈവവചനം കേൾക്കുന്നുവെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയ ആളാണോ? അല്ല എങ്കിൽ ഇതാ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നു. യേശു മാത്രം കർത്താവ്, മറ്റൊരുവരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം. സ്തോത്രം. ആ യേശുവിന് മാത്രമേ ഒരു മനുഷ്യനെ പാപത്തെ ക്ഷമിക്കുവാൻ, പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആ യേശുവിന് മാത്രമേ ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണെങ്കിൽ ഞാൻ പറയാം, ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, അത് യേശു എന്ന വഴി, ഒരേ ഒരു സത്യം, യേശു എന്ന സത്യം, യേശു എന്ന വഴി, യേശു എന്ന സത്യവും. അതിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. തൻ്റെ പേര് കർത്താവിൻ്റെ അടുത്തില്ലെങ്കിൽ അയ്യോ, തള്ളപ്പെട്ടു പോകും, വീണു പോകും, നഷ്ടപ്പെട്ടു പോകും. ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ സ്നേഹിത, സഹോദരങ്ങളെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കാം, കർത്താവിനായി ജീവിക്കാം, പാപത്തെ ഏറ്റുപറയാം, ഉപേക്ഷിക്കാം, ക്രിസ്തുവിൻ്റെ മകനായി, മകളായി മാറാം. എന്നാൽ ഞാൻ വീണ്ടും ചോദിക്കട്ടെ സ്നേഹിതരെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടി സഭയിൽ പോയി ആരാധിക്കുന്ന, പള്ളിയിൽ പോയി ആരാധിക്കുന്ന, കൺവെൻഷനിൽ ആരാധനകൾക്കും സ്തോത്രം പങ്കെടുക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, വായിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാണോ? താങ്കൾ സഭയിൽ പോകുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും തിരികെ നോക്കണം. കർത്താവെ, വചനം ഞാൻ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ വിഷാദിച്ച് പൊയ്ക്കളയാണോ, അതോ വചനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി യേശുവേ എനിക്ക് ഈ വചനം അനുസരിക്കണം, യേശുവേ എനിക്ക് ഈ വചനത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന ആളാണോ? വീണ്ടും വായിക്കുമ്പോൾ, വീണ്ടും മർക്കോസ് സുവിശേഷം 10:23 അങ്ങോട്ട് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴയിൽ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. സ്നേഹിതരെ, ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, യേശു പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം, ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ. ദൈവരാജ്യത്തിൽ കടക്കാൻ ധനവാൻ പറ്റത്തില്ല, അത് പ്രയാസമാണെന്ന്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളിൽ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. ജനം നോക്കി വിസ്മയിച്ചു. അവർ ചിന്തിച്ചു, കർത്താവെ, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ യേശു അവരെ നോക്കി പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം. ഏതൊട്ടകം പോലത്തെ പാവം നിറഞ്ഞ വ്യക്തിയും യേശുവിന്റെ കൈകളിൽ വിട്ടുകൊടുത്താൽ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ, ഏത് ഒട്ടകത്തെയും ഒരു തരിയാക്കി സൂചിക്കുഴയ്ക്കകത്തുകൂടെ കടത്തിവിടുന്ന ഒരു കൃപയുള്ള പൈതലാക്കി പുറത്തെടുക്കുവാൻ ഈ യേശു മതിയവനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, ഇവിടെ ഏതാ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ വചനത്തിൽ മുട്ടുമടക്കാൻ കഴിയാതെ പുറകോട്ട് പോയി. എന്നാൽ ആ മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ യേശുവിൻ്റെ മുട്ടുമടക്കിയിട്ട് കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്തുള്ള ഒട്ടകം പോലത്തെ പാപസ്വഭാവമായാലും അതിനെ പൊടിച്ച് ഒരു സൂചിക്കുഴയ്ക്കകത്തൂടെ കടത്തുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയെ ക്രിസ്തുവിൽ പണിത് ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നിറച്ച് സ്വത്രം തൻ്റെ ജീവിതത്തിനകത്തുള്ള ക്രിസ്തുവിന് ഇഷ്ടമല്ലാത്ത സകലത്തെയും പൊടിച്ച് ക്രിസ്തുവിന് ഹിതമുള്ള ഒരു പൈതലാക്കി, അത്രയും താഴ്മയുള്ള ഒരാളാക്കി, അത്രയും വിനയമുള്ള ആളാക്കി, അത്രയും എളിമയുള്ള ആളാക്കി, അത്രയും ദൈവകൃപയുള്ള ഒരു പൈതലാക്കി, ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടന്നു പോകുന്ന ഒരു പൈതലാക്കി മാറ്റാൻ ദൈവം മതിയായവനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, നമുക്കറിയാം കർത്താവ് ഓരോ വചനങ്ങൾ പറയുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇന്ന കാര്യം ചെയ്തുകൂടാ, ഇന്നെങ്ങനെ സംസാരിക്കാവൂ, ഇങ്ങനെ ജീവിക്കാവൂ, യേശുവിൽ തന്നെ ജീവിക്കണം, യേശുവിനോട് ചേർന്ന് ജീവിക്കണം, യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പോകണം, വചനത്തിന് പ്രമാണമുണ്ട്, ഈ പ്രമാണപ്രകാരം പോകണമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിഷാദിച്ച് പുറകോട്ട് തിരിഞ്ഞു പോകുന്നവരാണോ? അതോ കർത്താവെ,
എനിക്ക് ഈ വചനത്തിൽ ജീവിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിറയണമേ, ക്രിസ്തു എന്നിൽ നിറയണമേ, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ, അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, അങ്ങ് കരുതിയതുപോലെ കരുതുവാൻ, അങ്ങ് നടന്നതുപോലെ നടക്കുവാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെയും കൂടെ കർത്താവെ തൊടണമേ എന്ന് ആരെല്ലാം കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കും, അങ്ങനെ കൊടുക്കുന്ന മക്കളെ തൊടുന്നൊരു കർത്താവ് വന്നിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ കേട്ടിട്ട് അനുസരിക്കാൻ പറ്റിയിരുന്നതിൽ പിന്മാറാൻ പാടില്ല. ആ വചനത്തിൻ്റെ വീണിട്ട് പറയണം, കർത്താവെ എനിക്കിതനുസരിക്കാൻ പറ്റത്തില്ല, എന്നാൽ അങ്ങ് കൃപ തന്നാൽ ഇത് സാധ്യമാണ്. ഇന്ന് നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ആ ദൈവത്തോട് പറയാമോ, കർത്താവെ എനിക്ക് കൃപ വേണം. വിഷാദിച്ച് തിരിഞ്ഞു പോകുന്ന ഒരാളായിട്ടല്ല, സ്വത്രം ഹല്ലേലൂയ, വിഷാദിച്ച് വചനം വിട്ടു പോകുന്ന ഒരാളായിട്ടല്ല, മുട്ടുമടക്കി താഴ്മയോടെ പറയണം, കർത്താവെ എന്നെയും കൂടെ ഒന്ന് പൊടിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഒരു പാത്രമായി വരുവാൻ ദൈവമേ എന്നെയും കൂടെ തുടരണമേ എന്ന്. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, കേൾപ്പിച്ച ആഴമേറിയ തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രപ്പ. ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെ ദൈവത്തിൻ്റെ കരങ്ങൾ തരുന്നപ്പച്ച. കർത്താവിൻ്റെ വചനം കേട്ട് പിന്മാറി പോകുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം കേട്ട് പിന്മാറി പോകുന്നവരല്ല. രക്ഷ സത്യമെന്നും മാനസാന്തര സത്യമെന്നും പരിശുദ്ധമോ സത്യമെന്നും കർത്താവിൽ ജീവിക്കുന്ന സത്യമെന്നും സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന സത്യമെന്നും യേശു മാത്രം സത്യവും ജീവൻ സത്യ ദൈവം യേശു മാത്രമെന്ന്, വഴി സത്യവും ജീവനും യേശു മാത്രമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അപ്പ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ ഇത് കേട്ടിട്ട് മറുതലിച്ച് പോകുന്നവരായിട്ടല്ല, ഈ വചനത്തിന് മുട്ടുമടക്കി യേശു പച്ചൽ ജീവിക്കുവാൻ സകലരെ സഹായിക്കണേ. ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിലൂടെയുള്ള സകല വിടുതൽ അനുഭവിച്ച് കർത്താവിനെ വിഷാദിച്ച് പിരിഞ്ഞു പോകുന്നവരായിട്ടല്ല, കുശവനാകുന്ന യേശുവിൻ്റെ കരങ്ങൾ കൊടുത്ത് കർത്താവിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ട് വചനപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം, അനുഗ്രഹിച്ചുള്ള സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.